നമുക്ക് ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. പിതാവായ ദൈവമേ, ഈ തിരുമണിക്കൂറുകളെ അങ്ങയുടെ തിരുമുൻപിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പുത്രനായ ഈശോയെ, ഞങ്ങളെയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും അങ്ങയുടെ തിരുക്കുരിശിനോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ തിരിച്ചോരയാൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണം. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ കൃപാവരത്താൽ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അമ്മേ മാതാവേ, അവിടുത്തെ നീലമേലങ്കിയാൽ ഞങ്ങൾക്ക് സംരക്ഷണമേകണമേ. സ്വസ്ഥമായിട്ടിരിക്കാം. കർത്താവില് സ്നേഹിക്കപ്പെട്ടവരെ, ഇനി ദിവ്യകാരുണ്യ മരിയഭവനിലേക്ക് കടന്നു വന്നതായ അവസരത്തില് ഒരു അപ്പച്ചനെ പരിചയപ്പെടുവാനായിട്ടിടയായി. ബസ്സിലാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എവിടെ പോകണമെന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്, രാത്രിയിൽ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചന് വലിയ സന്തോഷമായി. കാരണം ഞാനൊരു ചെറുപ്പക്കാരനായതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്നതുകൊണ്ട് അപ്പച്ചന് വളരെ സന്തോഷമുണ്ട്. അപ്പച്ചൻ ചില ഹൃദയ വിചാരങ്ങളൊക്കെ എന്നോട് പങ്കുവെച്ചു. അപ്പച്ചൻ പറഞ്ഞൊരു ജോലി ഉണ്ടായിരുന്നു, പട്ടാളത്തിലായിരുന്നു, പെൻഷൻ പറ്റിയ നാട്ടിൽ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്തു, കൃഷി ചെയ്തു. പ്രായത്തിന്റെ ഈ അവസ്ഥയിലും വീട്ടിലേക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ അപ്പച്ചൻ ചെയ്യുന്നുണ്ട്, കൃഷിയിലൂടെ ചെറിയ കച്ചവടങ്ങളിലൊക്കെ. പക്ഷെ അപ്പച്ചന്റെ വിഷമം ഇതാണ്, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അപ്പച്ചനെ ആരും മനസ്സിലാക്കുന്നില്ല. അപ്പച്ചന്റെ ഭാര്യയോ മക്കളോ ഒന്നും അപ്പച്ചനെ മനസ്സിലാക്കുന്നില്ല. ഇതാണ് അപ്പച്ചന്റെ ഒരു വിഷമം. ഈ വിഷമം കേട്ടപ്പോഴേ എനിക്കും തോന്നി, ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്ത. ഇന്ന് നമ്മൾ ഏറ്റവും അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിഷയം ഇതാണ്, നമ്മളെ ആരും അംഗീകരിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നുള്ളതായൊരു ചിന്ത. പ്രിയപ്പെട്ടവരെ, നമ്മളെ ആരും തന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിലും നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ ആരും സ്നേഹിക്കുന്നില്ലെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ആരും സഹായിക്കുന്നില്ല നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഈ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ ലോകത്തിലുള്ള ജീവിത പങ്കാളിയാകട്ടെ, മക്കളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, ആരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന അധികമായിട്ട് സ്നേഹം ലഭിച്ചില്ലെങ്കിൽ കൂടി നമുക്ക് ജീവിതത്തിൽ നിലനിൽക്കുവാനായിട്ട്, പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നമുക്കറിയാം, നമ്മളെ മറ്റുള്ളവർ സ്നേഹിക്കുക നമ്മുടെ കഴിവുകൾ കണ്ടിട്ടാണ്, നമ്മുടെ ഗുണങ്ങൾ കണ്ടിട്ടാണ്. എനിക്ക് ധനപരമായിട്ടൊരു ഉയർച്ചയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ചില സ്വാധീനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ മറ്റുള്ളവർ സ്നേഹിക്കും, ബഹുമാനിക്കും. എന്നാൽ എന്നെക്കാട്ടി കൂടുതലായിട്ട് പണമുള്ള, സ്വാധീനമുള്ള മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയിലേക്ക് അവരുടെ സ്നേഹം കടന്നു പോകും. എന്നാൽ നമ്മുടെ ഈശോ നമ്മളെ സ്നേഹിക്കുക നമ്മുടെ കഴിവുകളിലല്ല, നമ്മുടെ ഉയർച്ചകളിലല്ല, ഞാൻ ആയിരിക്കുന്നതായ അവസ്ഥയിൽ എന്റെ എല്ലാ കുറവുകളെയും പരിമിതികളെയും ബലഹീനതകളെയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്റെ ഈശോ എന്നെ സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ സ്നേഹവും മനുഷ്യന്റെ സ്നേഹവും നമ്മുടെ വ്യത്യാസം. നമുക്കുള്ളവർ, മറ്റുള്ളവർ നമുക്ക് ഉള്ളതിനെ സ്നേഹിക്കുന്നു. എന്നാൽ നമ്മുടെ ദൈവം നമ്മുടെ ഇല്ലായ്മകളെ, കുറവുകളെ സ്നേഹിച്ചുകൊണ്ട് ആ കുറവുകളേക്കും നിറവുകളാക്കി മാറ്റുവാനായിട്ട് നമ്മുടെ ദൈവം പരിശ്രമിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് എന്റെ ദൈവം എനിക്ക്, അല്ലെങ്കിൽ എന്താണ് എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ? പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വചനമാണിത്. എന്റെ ജീവിതത്തിൽ എന്താണ് എന്റെ ദൈവം? ഞാൻ വേദപാഠ ക്ലാസ്സിൽ പഠിച്ച ഒരു ദൈവമുണ്ട്, ചരിത്രത്താളിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു ദൈവമുണ്ട്. എന്നാൽ ഇതിൽ നിന്നപ്പുറമായിട്ട് എന്റെ ജീവിതത്തിൽ, എന്റെ വ്യക്തി ജീവിതത്തിൽ, എന്റെ കുടുംബ ജീവിതത്തിൽ എന്താണ് എന്റെ ദൈവം? ഇനി ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പഞ്ചസാരയെ കുറിച്ച് ഞാൻ 1 മണിക്കൂറോളം ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളിത് കേൾക്കുന്നു. പക്ഷേ പഞ്ചസാരയുടെ യഥാർത്ഥ രുചി അറിയണമെങ്കിൽ ആ പഞ്ചസാരയുടെ ഒരു തരിയെങ്കിലും എന്റെ നാവിലും നിങ്ങളുടെ നാവിൽ ഇട്ടെങ്കിൽ മാത്രമേ പഞ്ചസാരയുടെ യഥാർത്ഥ രുചി നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. എന്റെ ദൈവത്തെ ഞാൻ പരിപൂർണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ, എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണമായിട്ട് അറിയണമെങ്കിൽ എന്റെ ദൈവത്തെ ഞാൻ രുചിച്ചറിയണം. ഹല്ലേലൂയ. അങ്ങനെ രുചിച്ചറിയുമ്പോൾ സങ്കീർത്തകൻ പറയുന്നു, എന്റെ രക്ഷാശിലയാണ് എന്റെ ദൈവം, എന്റെ രക്ഷയുടെ ശിലയാണ് എന്റെ ദൈവം. എന്റെ ജീവിതത്തിന്റെ ഏത് വിഷമത്തിലും,
ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഒരു ശില പോലെ, പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഒന്നാണ് എന്റെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലൊക്കെ മാറ്റം വന്നാലും, എനിക്ക് എന്തൊക്കെ കുറവുകളോ രോഗങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടായാലും, എന്റെ ദൈവം ഒരു രക്ഷയായിട്ട് ഒരു ശില പോലെ എന്റെ ഉള്ളില് എന്റെ മുൻപില് നിലനിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വചനം പറയുന്നു, ദൈവം എന്റെ കോട്ടയാണ്. എനിക്കെതിരെ വരുന്ന തിന്മയുടെ എല്ലാ ശക്തികളിൽ നിന്നും സൈന്യബലത്തിൽ നിന്നും അവരെ തടഞ്ഞു നിർത്തി എനിക്ക് സംരക്ഷണ കവചം ഒരുക്കുന്ന ഒരു കോട്ടയാണ് എന്റെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അവിടുന്ന് പറയുന്നു, എന്റെ ദൈവം എനിക്ക് അഭയം തരുന്ന പാറയാണ്. പ്രതിബന്ധങ്ങളുടെ പ്രശ്നങ്ങളുടെ മലവെള്ളപ്പാച്ചില് ഒഴുകി വരുമ്പോ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്ന നിമിഷങ്ങളിൽ എനിക്ക് എന്റെ ദൈവമാകുന്ന ഈ പാറയിൽ കയറി അഭയസ്ഥാനം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ എന്റെ ദൈവം എന്റെ രക്ഷയാണ്. ഒരു പാറ പോലെ എന്നെ സംരക്ഷിക്കുന്നു, ഒരു സംരക്ഷണ കോട്ട തരുന്നു. ഇങ്ങനെയുള്ളതായ ദൈവം എപ്പോഴാണ് എന്റെ ജീവിതത്തിൽ ഇടപെടുക, അല്ലെങ്കിൽ എപ്പോഴാണ് എന്റെ ദൈവം എന്നെ സഹായിക്കുക എന്നപ്പോൾ ചിന്തിക്കുമ്പോൾ വീണ്ടും വചനം പറയുന്നു, കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പലപ്പോഴും ധാരണ, എന്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി സന്തോഷം അനുഭവിക്കുമ്പോൾ, ഒത്തിരി സമ്പത്ത് ഉണ്ടാകുമ്പോൾ ഒക്കെയാണ് എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നതാണ്. എന്നാ വചനം പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ നീ ഏറ്റവും അധികമായിട്ട് തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അവസരങ്ങളില്, നീ സങ്കടപ്പെടുന്ന അവസരങ്ങളില്, ബുദ്ധിമുട്ടുന്ന അവസരങ്ങളൊക്കെയും നിന്റെ പക്കല് നിന്റെ അടുത്ത് സംരക്ഷണമായി നിന്റെ യേശുവുണ്ട്. അവിടെ നിന്നാണ് വചനം പറയുക, എന്റെ കഷ്ടതയില് ഞാൻ നിലവിളിച്ച് അപേക്ഷിച്ചു. നിലവിളിക്കുക എന്നാണ് വചനം പറയുക. എന്താണ് നിലവിളി? നിലവിട്ടവന്റെ വിളിയാണ് നിലവിളി. എന്റെ എല്ലാ നിലകളും മറന്ന്, എന്റെ പരിസരം മറന്ന് ഞാൻ നിലവിളിക്കുമ്പോ എന്റെ ദൈവം എനിക്ക് ഉത്തരം അരുളും. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ഈ ദൈവത്തിന്റെ മറുപടി കിട്ടുന്നില്ലെങ്കിൽ ഒരു കാര്യമേ ഉള്ളൂ, നിലവിട്ട് നിലവിളിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ല. കാരണം മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, ഈ ലോകം എന്നെ കുറിച്ച് എന്ത് മാർക്കിടുമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് നിലവിളിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നു, നിനക്ക് നിന്റെ ദൈവത്തിന്റെ മറുപടി കിട്ടണമെങ്കിൽ, നിനക്ക് നിന്റെ സാമീപ്യം അനുഭവിക്കണമെങ്കിൽ നീ നിലവിളിക്കണം. അങ്ങനെ വിളിക്കുമ്പോ അവിടുന്ന് തന്റെ ആലയത്തിൽ നിന്ന് എന്റെ വിളി കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വിളി കേൾക്കുന്നതായ ദൈവം ഉന്നതത്തിൽ നിന്നും കൈ നീട്ടി നിന്റെ കരങ്ങളിലേക്ക് പിടിക്കുക. ഹല്ലേലൂയ. നീ നിലവിട്ട് വിളിക്കുമ്പോ, നിന്റെ എല്ലാ നിലകളും പറഞ്ഞ് നീ കരയുമ്പോ, സങ്കടപ്പെടുമ്പോ, ഉന്നതങ്ങളിൽ നിന്നും അനുഗ്രഹത്തിന്റെ ആ വലിയ പൊൻകരങ്ങള് നിന്റെ ബലഹീനമായ ശുഷ്കമായ കരങ്ങളിലേക്ക് വരും. അവിടുന്ന് പെരുവെള്ളത്തിൽ നിന്നും എന്നെ പൊക്കിയെടുക്കുക. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളില്, കഷ്ടപ്പാടുകളില്, വേദനകളില് ഞാൻ ഏറ്റവും വലിയ സ്നേഹിക്കുന്ന, എന്നെ അറിയാൻ ഏറ്റവും വലിയ സ്നേഹിക്കേണ്ട ആളുകളൊക്കെ എന്നെ ഒറ്റപ്പെടുത്തി നീ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് പറഞ്ഞ് എന്റെ ജീവിതം വഴിമുട്ടി പെരുവെള്ളത്തിൽ ഞാൻ ഉലയുമ്പോ എന്റെ ദൈവം തന്റെ കരങ്ങൾ നീട്ടി എന്നെ ആ പെരുവെള്ളത്തിൽ നിന്നും പൊക്കിയെടുക്കുന്ന ഒരു അനുഭവം പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് വീണ്ടും പ്രബലനായ ശത്രുവിൽ നിന്നും നമ്മെ രക്ഷിക്കും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും നമ്മളെ ആ ദൈവം രക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് വീണ്ടും പറയുന്നു, നിന്റെ നീതിക്കൊത്ത വിധം കർത്താവ് പ്രതിഫലം നൽകും. ഹല്ലേലൂയ. വീണ്ടും വചനം പറയുന്നു, കർത്താവിന്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിന്നു, തിന്മ ചെയ്ത് എന്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയില്ല. ഹല്ലേലൂയ. ഈ വചനത്തിലെ ഏറ്റവും വലിയ കണ്ടന്റ് എന്ന് പറയുന്നത്, കാതൽ എന്ന് പറയുന്നത് ഏതാണ്? എന്റെ നീതിക്കൊത്ത വിധം, അതായത് ദൈവത്തിന്റെ നീതിയോടൊത്ത് ഞാൻ ചേർന്ന് പ്രവർത്തിച്ചപ്പോ അവിടുന്ന് എനിക്ക് പ്രതിഫലം നൽകി. ഒരു കാര്യത്തെ ഞാന് എന്റെ ബുദ്ധിമുട്ടിന്റെ അവസ്ഥയിലോ രോഗത്തിന്റെ അവസ്ഥയിലോ തിന്മ ചെയ്ത് പാപം ചെയ്ത് അവിടെ നിന്നും അകന്നു പോയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് വീണ്ടും പറയുന്നു, അതുകൊണ്ട് എന്താണ് സംഭവിക്കുക? എന്റെ നീതിയും കൈകളുടെ നിഷ്കളങ്കതയും ആര് കണ്ടു? എന്റെ ദൈവം കണ്ടു. വിശ്വസ്തനോട് അങ്ങ് വിശ്വസ്തത പുലർത്തുന്നു, നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു, നിർമ്മലനോട് നിർമ്മലമായും ക്രൂരനോട്
ക്രൂരമായും പെരുമാറുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിന്റെ സന്തോഷങ്ങളിൽ മാത്രമല്ല, എന്റെ ജീവിതത്തിന്റെ ഉയർച്ചയിലോ ഉണർച്ചയിലോ മാത്രമല്ല, എന്റെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഈ അവസരങ്ങളിൽ പോലും എന്റെ ദൈവത്തോട് മറുതലിക്കാതെ, എന്റെ ദൈവത്തോട് ഞാൻ പൂർണ്ണമായിട്ട് പാപത്തിൽ നിന്ന് വന്ന് മാറി നിൽക്കുന്ന അവസരങ്ങളില് എന്റെ ദൈവം എന്റെ നിഷ്കളങ്കമായ കാര്യങ്ങൾ കണ്ട് എനിക്ക് പ്രതിഫലം നൽകും. ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ദൈവം ഈ വചനത്തോട് ആവശ്യപ്പെടുകയാണ്. ജീവിതം വഴിമുട്ടി ഒന്നിനും കൊള്ളാനാകുന്ന ആ നിമിഷങ്ങളിൽ പോലും ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് അവിടുന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അവിടുന്ന് വചനത്തോട് പറയുന്നു, ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക, അപ്പോൾ നിനക്ക് നന്മ കൈവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് രമ്യതപ്പെട്ട് നിൽക്കുന്ന അവസരങ്ങളിലാണ് ശാശ്വതമായ സമാധാനവും സന്തോഷവും നമുക്ക് കൈവരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വചനം പറയുന്നു, അവിടുത്തെ അധരങ്ങളിൽ നിന്നും നീ ഉപദേശം സ്വീകരിക്കുക. നിന്റെ ജീവിതത്തിന്റെ കഷ്ടങ്ങളില്, നഷ്ടങ്ങളില്, വേദനയിലൊക്കെ നീ ഉപദേശം സ്വീകരിക്കേണ്ടത് ഈ ലോകത്തെ ഉപദേശം എന്നല്ല, മറിച്ച് അവിടുത്തെ അധരങ്ങളിൽ നിന്നും നീ ഉപദേശം സ്വീകരിക്കുക. ഹല്ലേലൂയ. ഈ ഉപദേശം കേട്ട് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു പോകുക മാത്രമല്ല, അവിടുന്ന് തരുന്നതായ ആ ഉപദേശങ്ങളൊക്കെയും നിന്റെ ഹൃദയത്തില് നീ സൂക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു നിയോഗം മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നവരാണ് ഞാനും നിങ്ങളും. ചില പ്രതീക്ഷകള്, ചില സ്വപ്നങ്ങളൊക്കെ സഫലീകരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ ദൈവം നമ്മിലേക്ക് കാരുണ്യം ചൊരിയുന്നു. എന്നാൽ പിന്നീട് ഇതുപോലെ തീവ്രമായിട്ട് പ്രാർത്ഥിക്കുവാന്, തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുവാന് നമുക്ക് സാധിക്കുന്നില്ല. കാരണം നമ്മുടെ ആവശ്യങ്ങളൊക്കെ സാധിക്കുമ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ ദൈവത്തിൽ നിന്നും വഴി മാറിപ്പോകുന്നു. ഹല്ലേലൂയ. ഇതറിയാവുന്നവരോട് വചനം പറയുക, അവിടുത്തെ ഉപദേശം നീ സ്വീകരിക്കുക മാത്രമല്ല, നിന്റെ ഹൃദയത്തിലേക്ക് അത് സൂക്ഷിച്ചു വെക്കാനായിട്ട് നീ തയ്യാറാകണം. വീണ്ടും വചനം പറയുന്നു, സർവശക്തന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ, നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റിക്കളയുമെങ്കിൽ, സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദിയിനടുത്തിലെ കല്ലുകളിൽ എറിയുമെങ്കിൽ, സർവശക്തൻ നിനക്ക് സ്വർണവും വില പിടിച്ച വെള്ളിയും ആകുമെങ്കിൽ. എങ്കിൽ 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 എന്നാണ് വചനം പറയുക. അതായത് ഈ താഴെ പറയുന്നതായ ചില അനുഗ്രഹങ്ങളൊക്കെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഈ എങ്കിൽ എന്ന് പറയുന്നതായ കാര്യങ്ങളൊക്കെ അനുവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എന്താണ്? ഒന്നാമതായി സർവശക്തന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരാനായിട്ട് പ്രിയപ്പെട്ടവര് എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ഹല്ലേലൂയ. കരവർത്തി ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഉണർവോടെ ഹല്ലേലൂയ. സർവശക്തന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ, ചില അവസരങ്ങളിലും സർവശക്തന്റെ സന്നിധിയിൽ നിന്ന് ഞാനും നിങ്ങളും തിരികെ പോയതായ അവസരങ്ങളുണ്ട്. ജീവിതത്തിലെ ചില ദുഃഖങ്ങളില്, സങ്കടങ്ങളില്, വേദനകളൊക്കെ ദൈവത്തെ മറുത്തുപേക്ഷിച്ചതായ ചില അവസരങ്ങളുണ്ട്. ദൈവം പറയുന്നു, നീ അവയൊക്കെ ഉപേക്ഷിച്ച് വീണ്ടും എന്റെ മകലേക്ക് നീ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ, വീണ്ടും ഉടനെ പറയാണ്, നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ദൈവം ഏറ്റവും വലിയ വെറുക്കുന്ന ഒരു പാപം എന്ന് പറയുന്നത് അഹങ്കാരം എന്ന പാപമാണ്. അതുകൊണ്ടാണ് അവിടുന്ന് പറയുക, നീ എളിമപ്പെടുക. എന്താണ് അഹംഭാവം? ഈ ലോകത്തിലെ എല്ലാ സൃഷ്ടപ്രപഞ്ചത്തെക്കാളും ഏറ്റവും വലുത് ഞാനാണെന്നുള്ള അഹത്തിൻ്റെതായ ഭാവം. ഈ അഹംഭാവം വരുമ്പോൾ എനിക്ക് ദൈവത്തെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല, സഹസൃഷ്ടികളെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല, എന്റെ സഹോദരങ്ങളെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണ് അഹങ്കാരിയായിട്ട് മാറുമ്പോൾ എന്റെ ഉള്ളിന്റെ ഉള്ളില് ദൈവികാരുണ്യേശ്വരയ്ക്ക് വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് വചനം പറയുക, നീ എളിമപ്പെടുക. നീ എന്നിലേക്ക് തിരിച്ചു വരികയും എളിമപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, വീണ്ടും വചനം പറയുന്നു, നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റിക്കളയുമെങ്കിൽ. പ്രിയപ്പെട്ടവരെ, നീതിരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങള്, നീതിരഹിതമായുള്ള ചെയ്തികള് നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവയൊക്കെ നീ മാറ്റിക്കളയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, വീണ്ടും വചനം പറയുന്നു, സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദീതീരത്തെ കല്ലുകൾക്കിടയിൽ നീ എറിഞ്ഞു കളയുമെങ്കിൽ. ഇനി കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ കയ്യിലുള്ളതായ സ്വർണവും ധനവും ഒക്കെ കടൽ തീരത്ത് കൊണ്ടുപോയി ആ തിരമാലിലേക്ക് എറിഞ്ഞു കളയണമെന്നല്ല വചനം ഇവിടെ നമ്മെ പഠിപ്പിക്കുക. മറിച്ച് സ്വർണത്തെക്കാട്ടിലും വെള്ളിയെക്കാട്ടിലും ഒക്കെ
വില കൊടുക്കേണ്ടത് നിന്റെ ദൈവത്തിനാണ്. ആ ദൈവത്തിന് നിന്റെ ധനത്തെക്കാട്ടില് നിന്റെ സ്വർണ്ണങ്ങളെക്കാളിലൊക്കെ വലിയ വില നീ കൊടുക്കുമെങ്കിൽ സർവശക്തൻ നിനക്ക് സ്വർണവും വെള്ളിയും ആകുന്നുണ്ടെങ്കിൽ. വചനം പറയുന്നു, നിന്റെ സ്വർണമെന്ന് പറയുന്നത്, വെള്ളിയെന്ന് പറയുന്നത്, രത്നമെന്ന് പറയുന്നത്, വജ്രം എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കണം? നിന്റെ ദൈവമായിരിക്കണം. അങ്ങനെയെങ്കിൽ എന്നാണ് ദൈവം പറയുക? നീ സർവശക്തനിൽ ആനന്ദിക്കുക. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. കഴിവർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്ക് വന്ന് സർവശക്തനിൽ ആനന്ദിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ്? സർവശക്തന്റെ സന്നിധിയിലേക്ക് തിരിച്ചു ചെല്ലാൻ എനിക്ക് സാധിക്കുന്നില്ല. നീതിയോടുകൂടി പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. എളിമപ്പെടാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്റെ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് ഞാൻ സ്വർണത്തിനും രത്നത്തിനും സുഖഭോഗങ്ങൾക്കും വസ്തുവകൾക്ക് വില കൊടുത്തെങ്കിൽ അവിടുന്ന് പറയുന്നു, ഇവയ്ക്ക് ഉപേക്ഷിച്ച് നീ സർവശക്തിയിൽ ആനന്ദിക്കും, നീ അവിടുത്തോട് പ്രാർത്ഥിക്കും, അവിടുന്ന് ശ്രമിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. കാലങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ടും ചില അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും പരിതപിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് എനിക്ക് സാധിക്കാത്തതുകൊണ്ട് അവിടുന്നാണ് പറയുക, നീ എന്നിലേക്ക് തിരിഞ്ഞു വന്ന് നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നുണ്ടെങ്കിൽ നീ അവിടുത്തോട് പ്രാർത്ഥിക്കും, അവിടുന്ന് ഉറപ്പായിട്ടും നിന്റെ പ്രാർത്ഥന ശ്രമിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഏറ്റവും പ്രധാനമായ കാര്യം വചനത്തോട് ദൈവം പഠിപ്പിക്കുന്നു, നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചിട്ട്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മുടെ ചില ആഗ്രഹങ്ങളുണ്ട്. മക്കളില്ലാത്ത ദമ്പതികളെ സംബന്ധിച്ചുള്ള അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മക്കൾ ഉണ്ടാകുക എന്നുള്ളതാണ്. കടബാധ്യതയുള്ളവരെ സംബന്ധിച്ചോളം ആ കടഭാരം മാറണം, ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കണം. അങ്ങനെ വ്യക്തി ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തില് ഒത്തിരി വ്യക്തിപരമായ ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. അതൊന്നും ആഗ്രഹിക്കണം ദൈവം പറയുന്നില്ല. ദൈവം പറയുന്നുണ്ട്, ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ദൈവത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ നീ നിനക്ക് തയ്യാറാവുന്നുണ്ടെങ്കിൽ, എളിമപ്പെടാൻ നീ തയ്യാറാവുന്നുണ്ടെങ്കിൽ, സ്വർണത്തെക്കാൾ വിലയേക്കാൾ ദൈവത്തിന് വില കൽപ്പിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന ശ്രമിക്കും. വചനം വളരെ സ്പഷ്ടമായി വ്യക്തമായിട്ട് പറയുന്നു, നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. വീണ്ടും വചനം പറയുന്നു, നിന്റെ പാതകളൊക്കെ പ്രകാശിതമാകും. അതായത് ദൈവത്തിന്റെ പ്രകാശത്തിന് വഴി നടക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. ഇന്നത്തെ നമ്മുടെ ജീവിതത്തില് ഞാനും നിങ്ങളും ചില ഇരുണ്ട വഴിത്താരകളിലൂടെയാണ് കടന്നു പോകുക. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല, മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അവിടുന്ന് വചനം പറയുന്നു, നീ ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ നിന്റെ പാദങ്ങളൊക്കെയും അവിടുന്ന് പ്രകാശിപ്പിക്കും. കാരണം ദൈവം അഹങ്കാരിയെ താഴ്ത്തുകയും എളിയവനെ രക്ഷിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരു തിരിഞ്ഞു നോക്കാം. എന്താണ് നമ്മുടെ ജീവിതം? ദൈവത്തെക്കാൾ ഉപരിയായിട്ട് സ്വർണത്തിനോ വെള്ളിക്കോ വസ്തുക്കൾക്കോ വില കൊടുക്കുന്ന ഒരു ജീവിതമാണോ പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടേത്? എന്റെ ദൈവത്തിലേക്ക് തിരിഞ്ഞു വരാനായിട്ട് എനിക്ക് ഈ നിമിഷം ഈ ദേവാലയത്തില് പരിപൂജിതമായ ദിവ്യകാരണത്തിന്റെ മുന്നിൽ ആയിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ പോലും എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈ ഇരിപ്പുകളൊക്കെ വളരെ പ്രയോജനരഹിതമായിട്ട് പോകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ നമുക്ക് എളിമപ്പെടാം. നമ്മുടെ കുറവുകളെ, ബലഹീനതയിലേക്ക് ദിവ്യകാരൻ യേശുവിന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് നമുക്ക് തിരികെ വരാം. അങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ ഒരു വലിയ സൗഖ്യത്തിലേക്ക്, കൃപയിലേക്ക് ദൈവം എന്നെയും നിങ്ങളെ നടത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും വചനം പറയുന്നു, ദൈവത്തെ സ്തുതിക്കുമ്പോ, മഹത്വപ്പെടുത്തുമ്പോ ചില അനുഗ്രഹങ്ങളിലേക്ക്, സൗഖ്യങ്ങളിലേക്ക് നാം കടന്നു വരും. 103-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. നമ്മുടെ ആത്മാവിനാൽ കർത്താവിനെ നിരന്തരം സ്തുതിക്കണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്. ക്രോവ്യന്മാരും സ്വാപ്യന്മാരുമായ അനേകം മാലാഹമാര് ഗണങ്ങളായിട്ട് അനുനിമിഷം സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആ പരമപിതാവിനെ സ്തുതിക്കാനായിട്ട് അതിനുള്ള ഒരു യോഗ്യതയില്ലെങ്കിലും ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് സ്തുതിച്ചുള്ള പ്രാർത്ഥനയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി. അങ്ങനെ മഹത്വപ്പെടുത്തുമ്പോൾ 103-ാം സങ്കീർത്തനത്തിന്റെ 3 വചനങ്ങൾ പറയുന്നു, സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നിന്റെ അകൃത്യങ്ങളെയൊക്കെയും ക്ഷമിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ കഴിഞ്ഞുപോയ കാലങ്ങളിൽ നീ ചെയ്തുപോയ എല്ലാ അകൃത്യങ്ങളെയും പാപങ്ങളെയും ആ ദൈവം ക്ഷമിക്കുന്നു. വീണ്ടും നിന്റെ രോഗങ്ങളെയൊക്കെയും അവിടുന്ന് സുഖപ്പെടുത്തുന്നു.
നിന്റെ ജീവനെ പാതാളത്തിൽ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ജീവിതം പ്രിയപ്പെട്ടവരെ ഇന്ന് ചില പാതാളങ്ങളിലാണ്. ഒരു രക്ഷയും കാണാതെ ഈ പാതാള ഗർത്തങ്ങളിൽ കിടന്ന് വീർപ്പ് മുട്ടുന്നെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വലിയ മാർഗം നമ്മുടെ ദൈവം ഈ നിമിഷം കാണിച്ചു തരികയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. അങ്ങനെ മഹത്വപ്പെടുത്തുമ്പോൾ ഒരു വലിയ സൗഖ്യത്തിലേക്ക്, കൃപയിലേക്ക് കടന്നു വരുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കും. ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് ഈ നിമിഷങ്ങളിൽ ചിന്തിക്കാം. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനകള് ചില യാചനകൾ മാത്രമാണ്. ചില കരയുന്ന കുട്ടികളെ പോലെ, കളിപ്പാട്ടിന് പറയുന്ന കുട്ടികളെ പോലെ ജീവിതത്തിലെ ചില ആഗ്രഹങ്ങളൊക്കെ മാത്രമാണ് നമ്മുടെ ദൈവത്തിന്റെ മുന്നിൽ സമർപ്പിക്കുക. എനിക്കൊരു വീട് വേണം, പണം വേണം, വണ്ടി വേണം, മക്കളുടെ വിദ്യാഭ്യാസം ഒക്കെയും. പക്ഷെ ഇന്നയോളം വഴി നടത്തിയ നാഥനെ സ്തുതിക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മുടെയൊക്കെ ജന്മനിമിഷം മുതൽ ഈ നിമിഷം വരെ, ഈ ആലയത്തിലായിരിക്കുന്ന നിമിഷം വരെ എത്രയോ വലിയ കരുതലാണ്, സംരക്ഷണമാണ്, കൃപയാണ് എന്റെ ദൈവം എനിക്ക് നിങ്ങൾക്ക് നൽകിയത്. ഈ മനോഹരമായ സൃഷ്ടപ്രപഞ്ചം മൊത്തം കാണാനുള്ള മനോഹരമായ കണ്ണുകളെ നൽകി, ജോലികൾക്ക് ചെയ്യാൻ കുറെ കരങ്ങളെ നൽകി, ദേവാലയത്തിലേക്ക് മറ്റ് പോകാൻ തക്കവണ്ണം കാലങ്ങളെ നൽകി. അങ്ങനെ ജീവിതത്തിൽ എണ്ണമറ്റ ഒത്തിരി ദാനങ്ങൾ ദൈവം നൽകി. പക്ഷെ പലപ്പോഴും സ്തുതി പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. യേശുവിൽ നിന്ന് അനുഗ്രഹം തേടിപ്പോയ കുഷ്ഠരോഗികളിൽ ഒരാൾ മാത്രമാണ് തിരികെ നന്ദി പ്രകാശമായി കടന്നു വന്നത്. അപ്പോൾ യേശു ചോദിക്കേണ്ട കാര്യമുണ്ട്, മറ്റുള്ളവർ ഇവിടെ? തീർച്ചയായും പ്രിയപ്പെട്ടവര്, ഞാനും നിങ്ങളും എപ്പോഴും സ്തുതി പറയണമെന്നും നന്ദി പറയണമെന്നും നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്ന കാരണം ഒത്തിരി പാവം ചെയ്തിട്ടും അതൊക്കെ മറന്നുകൊണ്ട് ദൈവം നമ്മളെ സ്നേഹിച്ചു. യെശയ്യായുടെ പുസ്തകം 57-ാം അധ്യായത്തിന്റെ 17-ാം വചനം പറയുന്നു, അവന്റെ ദുഷ്ടമായ അത്യാഗ്രഹ നിമിത്തം ഞാൻ കോപിച്ചു, എന്റെ കോപത്തിൽ ഞാൻ അവനെ ശിക്ഷിക്കുകയും അവനിൽ മുഖം തിരികെയും ചെയ്തു, എന്നിട്ടും അവൻ തന്നിഷ്ടം കാട്ടി. നമ്മൾ ഒത്തിരി പാപങ്ങളൊക്കെ ചെയ്തു, ദൈവത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള വാക്കുകളുണ്ടായിട്ടും വേണ്ടി തന്നിഷ്ടം കാട്ടി പിഴച്ച വഴി തുടർന്നു. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ അവന്റെ വഴികൾ കണ്ടു, എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും, അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും, അവനെ പ്രതി വിലപിച്ചവരെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ വരാനിടയാകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വഴി പിടിച്ച ചില വഴികൾ പിന്തുടർന്നവരാണ് ഞാനും നിങ്ങളും. എങ്കിലും നമ്മുടെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ട്, ഒത്തിരി നമ്മളെ കരുതുന്നത് കൊണ്ട് പുതിയ അനുഗ്രഹത്തിന്റെ വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവര് ഈ നിമിഷങ്ങളിൽ ഈ ആലയത്തിലായിരിക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിച്ചത്. അതുകൊണ്ട് നമുക്ക് അധരം തുറന്ന് ഒരു പുതിയ തിരിച്ചറിവിലേക്ക് നമ്മളെ നയിച്ച നമ്മുടെ ദൈവത്തെ, നമ്മുടെ ക്ഷീണങ്ങളെയൊക്കെ മറന്ന്, ശാരീരികമായ പരിവുകളൊക്കെ മറന്ന് നമുക്ക് കാര്യങ്ങൾ ഉയർത്തി അധരങ്ങൾ നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ. കാരണം ഇത് അനുഗ്രഹത്തിന്റെ, അത്ഭുതത്തിന്റെ അടയാളമുള്ള രാത്രിയാണ്. കസാരയിൽ ചാരിയിരുന്ന് വിശ്രമിക്കാനുള്ള രാത്രിയല്ല, മറിച്ച് ഇന്ന് എന്റെ ദൈവം നിന്നെ തൊടും, നിന്നെ സ്പർശിക്കും, നിന്റെ ജീവിതത്തില്, നിന്റെ കുടുംബ ജീവിതത്തില് അത്ഭുതങ്ങൾ നടക്കും. കാരണം ഇവിടെ പരിസ്ഥ അമ്മയുണ്ട്, ദിവ്യകാരൻ ഈശോയുണ്ട്. ആ ഒരു തികവോടുകൂടി ആനന്ദത്തോടെ നമ്മുടെ കാര്യങ്ങൾ അടിച്ച് ഒരു ദൈവത്തെ സ്തുതിച്ച് ഒരു പാട്ട് പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അതിരുകൾ തുറന്ന് എല്ലാവരും ഉറക്കെ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.